റസൂല് പറഞ്ഞ സംഭവത്തിന്റെ പൂർണ്ണ റിപ്പോർട്ട് ഹദീസുകളില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് നബിയുടെ മകന് വേണ്ടി യാസീൻ ഓതി എന്നതില്ലാത്തത്, കണ്ണൂക്ക് കഴിച്ചു എന്നില്ലാത്തത്, 7 കഴിച്ചു എന്നില്ലാത്തത്, 15 കഴിച്ചു എന്നില്ലാത്തത്, മകന്റെ ആണ്ടടി യന്ത്രം നടത്തിയെന്ന് ഹദീസിലില്ലാത്തത് എന്ന ഞങ്ങളുടെ വിനീതമായ ചോദ്യത്തിന് നിങ്ങളുടെ മറുപടി എവിടെ? എവിടെ നിങ്ങളുടെ മറുപടി? അതിന് ഞങ്ങൾക്ക് അറിയാനുള്ളത് അതില്ല. നിങ്ങളിതാ, അതായത് ഒരു പോയിന്റ് പറയുമ്പോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ബലി പെരുന്നാളിന്റെ അന്ന് പോവട്ടെ, ചെറിയ പെരുന്നാളിന്റെ അന്ന് ഒരു സുന്നി, AP സുന്നി പേരോട് ഉസ്താദിന്റെ സിറാജുൽ ഹുദയിലേക്ക് അത് കയറി ചെന്നു. എന്നിട്ട് ഉസ്താദിനോട്, ഉസ്താദേ, ചെറിയ പെരുന്നാളിന് എന്തൊക്കെ ചെയ്യണം എന്ന് ഹദീസിലുണ്ടോ? ഇല്ലാതെ എന്ന് പറഞ്ഞ മൂപ്പര് ഹദീസ് ഇങ്ങനെ ഉദ്ധരിക്കും. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തുർമുദി. ബലി പെരുന്നാളിന് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഹദീസിലുണ്ടോ ഉസ്താദേ? ഉണ്ട്. കുളിക്കണം അല്ലേ? കുളിക്കണം, പുതുവസ്ത്രം ധരിക്കണം, തക്ബീർ ചെല്ലണം, സുഗന്ധം പൂശണം, ഈദ്ഗാഹിൽ പോകണം, തക്ബീറൊക്കെ ചെല്ലണം, 2 വഴികളിലൂടെ നടന്നു വരണം എന്നൊക്കെ അല്ലേ? ഞങ്ങൾ ഉസ്താദിനോട് അതേ ചോദ്യം, വേറൊരു ചോദ്യം കൂടെ ചോദിക്കാം. ഉസ്താദേ, നബിദിനത്തിന്റെ അന്ന് എന്തൊക്കെ സുന്നത്തുണ്ട് എന്ന് റസൂല് പഠിപ്പിച്ച ഒരു ഹദീസ് ഉദ്ധരിക്കാൻ പോയില്ലേ എന്നേക്ക് അതിന് ഹദീസില്ല. ഞങ്ങളുടെ ചോദ്യം വളരെ ഗൗരവമാണ്. നിങ്ങൾ ചെയ്യുന്ന സകല തോന്നിയാസത്തിന് ഇസ്ലാമിൽ ഇവിടെ തെളിവ്? തന്നെ ഞങ്ങളുടെ ചോദ്യോ? അല്ലാഹു റസൂലും പഠിപ്പിച്ച ദീനല്ലാത്ത നിങ്ങൾ ആചരിക്കുന്നു. നബിദിനത്തിന് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഹദീസിലുണ്ടോ? ഏതെങ്കിലും ഒരു ബാബിൽ നബിദിനത്തിന്റെ ഫളായിൽ പറയുന്ന ബാബുണ്ടോ ഹദീസ് ഗ്രന്ഥത്തില്? നിങ്ങൾ നിസാരമായ ചോദ്യത്തിനല്ല മറുപടി പറയണ്ടേ. നിങ്ങൾക്ക് ക്ലിപ്പിംഗ് അപ്പുറവും കട്ട് ചെയ്ത് ദാ ഹുസൈൻ സൽഫി ചീത്ത പറയുന്നത് കേട്ടോ എന്നൊക്കെ വേണേ നാളെ അവിടെ കൊണ്ടുവന്നിടാ. പക്ഷെ ഞങ്ങളെ കുറുക്കിക്കൊള്ളുന്ന, മർമ്മത്ത് കൊള്ളുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒറ്റ വഴിയുള്ള മുജാഹിദാകുക, വേറെ വഴിയൊന്നുമില്ല. സുന്നിയായിക്കൊണ്ട് മറുപടി അറിയാൻ കഴിയില്ല അല്ലേ? ഞാനത് നിങ്ങൾക്ക് വ്യക്തമായ ഒരു തെളിവ് പറഞ്ഞുതരാം. നിങ്ങൾ ആലോചിക്കണം. നബിദിനത്തെ കുറിച്ച് സുന്നി പ്രസിദ്ധീകരണത്തിൽ വന്ന 2 പരാമർശവും 3-മതൊരു പരാമർശവും നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. സാമ്പിൾ. അപ്പോ ഇതിപ്പോ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആവുമ്പോ തകൃതിയായല്ലോ, ടുണ്ടുണ്ടുണ്ടും പിപ്പി തുടങ്ങാനായല്ലോ. അപ്പോ നിങ്ങൾ ശരിക്കും ആലോചിക്കേണ്ടതാ. ഇത് അൽ മുഅല്ലിം മാസിക, എന്താണ് അൽ മുഅല്ലിം മാസിക 2006 ജനുവരിയിലെ അൽ മുഅല്ലിം മാസിക 2006. കുറച്ച കാലമായിട്ടേ ഉള്ളൂ, അധിക കാലം ആയിട്ടില്ല. അൽ മുഅല്ലിം മാസികയിൽ ഒരു ലേഖനം. ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. എന്ത്? ഇത് ഞങ്ങളെ പ്രസിദ്ധീകരണത്തിൽ എഴുതി എന്താ പറയാ, കണ്ടോ വഹാബിന്റെ അൽമനാറിലെ ലേഖനം എന്ന് പറഞ്ഞ് ഈ ഉദ്ധരണി പറയും. ഈ ഉദ്ധരണി കേട്ട എന്ത്? ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നോ? നിലവിലില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല. കണ്ടോ? റസൂല് പറയുന്നെന്താ? സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതും നരകത്തിൽ നിങ്ങളെ മോചിപ്പിക്കുന്ന എല്ലാം ഞാൻ പഠിപ്പിച്ചു. ഈ സുന്നികൾ എന്നെ തുറന്നു പറയാ എന്ത്? നബിദിനത്തെ പറ്റി നബി ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഈ 2 വാചകവും വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിക്ക്. നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു, നരകത്തുനിന്ന് മോചിപ്പിക്കുന്നൊക്കെ പഠിപ്പിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് സുന്നികൾ പറയാ എന്ത്? നബിദിനത്തെ കുറിച്ച് നബി ഒന്നും പഠിപ്പിച്ചിട്ടില്ല. എന്ത് മനസ്സിലായി? സ്വർഗത്തിലേക്ക് പോകാൻ നബിദിനം ആവശ്യമില്ല, മറിച്ച് നരകത്തിലേക്ക് പോകാനേ അത് കാരണമാകൂ. കാരണം അത് പഠിപ്പിക്കാത്തൊരു ബിദ്അത്താണ്. ഇത്ര ക്ലിയർ ആയിട്ട് നിങ്ങളെ പ്രസിദ്ധീകരണത്തിൽ എഴുതിയപ്പോ മുജാഹിദുകൾ ഒന്നുകൂടി ഉഷാറായി. ഞങ്ങൾ പറയുന്നതിന് തന്നെ തെളിവുള്ളൂ. നിങ്ങൾ തെളിവ് തന്നപ്പോ ഞങ്ങൾ സ്വീകരിച്ചു. നിങ്ങൾ എഴുതിയ തെളിവ് നിങ്ങൾ സ്വീകരിച്ചില്ല. നിങ്ങൾ തെളിവ് തന്നപ്പോ തെളിവാന്ന് ബോധ്യപ്പെട്ട് നിങ്ങളെപ്പോലും നോക്കാതെ ഞങ്ങൾ സ്വീകരിച്ചു. എഴുതി ഞങ്ങൾ സ്വീകരിച്ചില്ല. ഇനി അടുത്ത് കേട്ടോളൂ. സുന്നി വോയിസ്. എന്ത് വോയിസ്? സുന്നി വോയിസ്. 2000 ജൂലൈ 16 to 31 മൗലിദ് പണ്ഡിത നിലപാടുകൾ. ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ മൗലിദ് ആഘോഷത്തെ പറ്റി ചോദിച്ചു. ഇബ്നു ഹജർ എന്നവരോട് ചോദിക്കുകയുണ്ടായി. അപ്പൊ ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അടിസ്ഥാനപരമായി മൗലിദ് ബിദ്അത്താണ്. അടിസ്ഥാനപരമായി ബിദ്അത്താണ്. പിന്നെ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല ഇത്. എന്ത്? 3
നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കി. 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിങ്ങൾ. അപ്പൊ മുജാഹിദുകൾ എന്ത് വിചാരിച്ചെന്നറിയോ? മഹത്തുക്കളായ മുസ്ലിങ്ങളുടെ പാരമ്പര്യം സ്വീകരിച്ച് മഹത്തുക്കളായ മുസ്ലിങ്ങളാകാൻ തീരുമാനിച്ചു. മഹത്തുക്കളായ മുസ്ലിങ്ങളുടെ ചര്യ വിറ്റ് നശിച്ച മുസ്ലിം സമൂഹമാകാൻ നിങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ വേദനിച്ചു. നിങ്ങളോട് മഹത്തുക്കളാകാൻ ഞങ്ങൾ പറയുന്നു. സുന്നി വോയിസ് പറഞ്ഞ പോലെ സുന്നി വോയിസ് പറഞ്ഞു മഹത്തുക്കൾ ആചരിക്കുന്നില്ല, അതുകൊണ്ട് മഹത്വമുള്ള മുജാഹിദുകൾ ആചരിക്കുന്നില്ല. എന്നാൽ ഇത് രണ്ടും വായിച്ച് നിങ്ങൾ കേട്ടല്ലോ. ഇത് രണ്ടും ഇവരുടെ പ്രത്യേകത. 2007 കാന്തപുര ഉസ്താദിന്റെ ഒരു വെടി, ഭയങ്കര വെടി. മാധ്യമ ദിനപത്രത്തിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2007 ഏപ്രിലിൽ വന്ന് ഏപ്രിൽ 8 തീയതി അവിടെ തിരുവനന്തപുരത്ത് നബിദിനം ഉദ്ഘാടനം ചെയ്യാൻ പ്രവാചക സ്നേഹ സംഗമം ശ്രദ്ധേയമായി. തിരുവനന്തപുരം പ്രവാചക ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി SYS-ഉം SSF-ഉം ചേർന്ന് പ്രവാചക സ്നേഹ സംഗമം സംഘടിപ്പിച്ചു. അഖിലേന്ത്യ അങ്ങനെ പറഞ്ഞാലായി കുറച്ച് ഓൽക്കുരുഷാറായ സുന്നി ഉലമാ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. ഇനി മുഖ്യപ്രഭാഷണം കേട്ടോളിട്ടോ. ഇത് രണ്ടും ഓർക്കണോ, എന്നിട്ട് കാന്തപുരം ഉസ്താദിനെ ഓർക്കണോ, എന്നിട്ട് ഇവരെ പറ്റി നിങ്ങൾ ഒരു വിലയിരുത്തൽ. ജനങ്ങൾ പങ്കെടുക്കുന്ന സദസ്സുകളിൽ ഏറ്റവും ശ്രേഷ്ഠം മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന സദസ്സുകൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കുക ഒരു നല്ല വാചക. അത്രയും പറഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം. അടുത്തും കൂടെ കേട്ടോളി. അത് കേൾക്കുമ്പോഴാണ് ഞെട്ടുക. ജനങ്ങൾ പങ്കെടുക്കുന്ന സദസ്സുകളിൽ ഏറ്റവും ശ്രേഷ്ഠം മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന സദസ്സുകൾ തന്നെയാണെന്ന് വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹം ഓതിക്കേൾപ്പിച്ചു. അൽ-മുഅല്ലിം മാസികർ എന്താ പറയണേ? നബിയോ സഹാബത്തോ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല, അതുകൊണ്ട് നബി ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നബിക്ക് ഖുർആൻ തിരിഞ്ഞില്ല എന്ന് കാന്തപുരോ? നിങ്ങളെ ഉസ്താദുമാര് ചെയ്യുന്ന അക്രമം ചില്ലറയല്ല. നിങ്ങൾ ഉസ്താദുമാര് പറയണെന്തറിയോ? നബിക്ക് ഖുർആൻ ആയത്ത് തിരിഞ്ഞില്ല എന്ന്. വേറൊരു ചങ്ങായി ഉണ്ടല്ലോ, ഏത് ഈ ഹംസക്കോയ ബാക്കവി മുന്നീർ, മൂപ്പര് പറയുന്ന 40 ആയത്തുണ്ട് നബിദിനം കൊണ്ടാടേ. അപ്പൊ ഇവര് തന്നെ പറയാണ് സഹാബികളൊന്നും നബിദിനം കൊണ്ട. അപ്പൊ ഇന്ന് 40 ആയത്ത് പിട്ടിന് കൂട്ടിയതായിരുന്നവര് ആണോ? പിട്ടിന് ഭയം കൂട്ടുന്നവര് കൂട്ടിയതായിരുന്നു. ഈ 40 ആയത്ത് നബിക്ക് തിരിഞ്ഞില്ല എന്നാ പറയണത്. ഇവർക്ക് തോന്നിയാസം ചെയ്യാൻ നബീനെയാണ് ചീത്ത പറയണത്. നബി ഖുർആനായത്ത് പഠിക്കാത്തവനാണ്. റസൂൽ നോക്ക് നിങ്ങൾ, മനുഷ്യർ പങ്കെടുക്കുന്ന സദസ്സുകളിൽ ഏറ്റവും ഉത്തമ സദസ്സ് നബിയുടെ ജന്മദിനം കൊണ്ടാടുന്ന സദസ്സാണ്. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് റസൂല് മൂടി വെച്ചു. AP സുന്നി ഈമാൻ ഉണ്ടെങ്കിൽ ഷഹാദത്ത് കലിമ ചൊല്ല്, ധീരാചരിക്ക്, അള്ളാന്റെ മതം അനുസരിച്ച് ജീവിക്ക്, ഈ ജാതിനൊക്കെ ഒഴിവാക്ക്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ പച്ചക്ക്? ഇത് പച്ച മലയാളത്തിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അപ്പൊ നിങ്ങളോട് അറബിയിൽ ഖുർആനും ഹദീസും ധരിക്കുന്നത് മലയാളത്തിൽ എഴുതി മനസ്സിലാകണ്ട മനുഷ്യന്മാർക്ക്. ഞാൻ എന്തിനാ അതിങ്ങനെ ദേഷ്യം പിടിക്കണത് എന്തിനാണെന്നറിയ നിങ്ങള്? മൂസാ നബി ഫിറൗന്റെ അടുത്ത് ചെന്നപ്പോ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാന്ന് പറഞ്ഞിട്ടാ ചെന്നത്. കാരണം ഫിറൗന് ദീനും അറിയില്ല, ഇസ്ലാം അറിയില്ല. ദീൻ അറിഞ്ഞ ഹാറൂൻ നബീനെ താടി പിടിച്ചിങ്ങോട്ട് വലിക്കരുത്, തൗറാത്തിന്റെ ഏട് വലിച്ചെറിഞ്ഞു. മുസ്ലിം ഉമ്മത്ത് പേച്ചു പോയപ്പോ ആ ഉമ്മത്ത് ഖുർആനും സുന്നത്തും കിട്ടിയിട്ട് പോലും ഇവിടുത്തെ മറ്റ് ഹൈന്ദവരെക്കാൾ പിഴച്ചുപോയി എന്ന് കാണുമ്പോ സങ്കടമുണ്ട് സഹോദര. പള്ളിയിൽ മൂത്രയിച്ച അറാബിയോട് നബി മാന്യായി പെരുമാറി. പള്ളിയിൽ ഖുർആൻ കൂടുതൽ ഓതിയ സാബിനോട് ചൂടാകുകയും ചെയ്തു. എന്തുകൊണ്ട്? ഒരു മുസ്ലിമിന് തെറ്റ് പറ്റാൻ പാടില്ല. അതുകൊണ്ട് അത് പറയുന്നത്. എന്തിനാ നിങ്ങൾ മുസ്ലിങ്ങളോട് ചൂടാകണത്? മുസ്ലിങ്ങളോട് ഏറ്റവും സ്നേഹം ഉണ്ടായിട്ട് ഹൃദയം തുറന്നാ പറയുന്നത്. പടച്ചോനോർത്ത് നിങ്ങൾ കേൾക്കി. ഇതൊക്കെ കൃത്യം